ഇത് കശുവണ്ടിത്തോട്ടമാണ്. കശുവണ്ടിത്തോട്ടം കശുവണ്ടി കൂടുതലായി ഉണ്ടാകണ്ടെങ്കിൽ തോട്ടം നല്ലപോലെ ചെത്തി വൃത്തിയാക്കി അതിലുള്ള ചവറുകളെല്ലാം കൊത്തി മൂടുക. കൊത്തി മൂടിയതിന് ശേഷം അതിന് കുറച്ച് കുമ്മായപ്പൊടി ഇട്ട് കൊടുക്കുക. കുമ്മായപ്പൊടി ഇട്ടതിന് ശേഷം വേപ്പ് മുണ്ണാക്ക് ഇട്ട് കൊടുക്കുക. വേപ്പ് മുണ്ണാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. വേപ്പ് മുണ്ണാക്ക് എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ ആ സാധനത്തിന് വേര് പുഴുകൾ വന്ന് കുത്തി മാവിനെ കളയും. അത് കളയാതിരിക്കാൻ വേണ്ടി വേപ്പ് മുണ്ണാക്ക് ഇടുക. അതുപോലെ കുമ്മായ ഇടുന്നതും വേര് കുത്താതിരിക്കാൻ വേണ്ടി. പിന്നീട് അത് വേഗത്തിൽ 3 സ്റ്റെപ്പായി കൊണ്ട് ഇങ്ങനെയൊക്കെ വളം ചെയ്ത കായ്കൾ കൂടുതലുണ്ടാവും, അണ്ടികൾ കൂടുതലുണ്ടാകുന്ന സമയത്ത് സാധാരണ തോട്ടം വായക്കി അണ്ടി വറക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ 3 ഇരട്ടി അണ്ടികൾ കശുവണ്ടി ഉണ്ടാവും. ഇങ്ങനെയുള്ള പണിയെടുത്താൽ ഒരേക്കർ സ്ഥലത്ത് നിന്ന് 10,000 രൂപേൻ്റെ അണ്ടി കിട്ടുന്ന സ്ഥാനത്ത് അതിൻ്റെ 3 ഇരട്ടി 30,000 രൂപേൻ്റെ അണ്ടിയായി മാറും. ഏക്കറയിൽ താഴെ കുറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും വളരെ വിജയകരമായ അണ്ടി ഉണ്ടാക്കി തീർക്കാനുള്ള സംവിധാനമാണിത്. നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് വലിയ ആദായത്തിൻ്റെ അണ്ടി ഉണ്ടാക്കുന്നുണ്ട്, കശുവണ്ടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ, ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി ആ ചപ്പ് ചവറെല്ലാം മൂടി അതിൻ്റെ മേലെ വേപ്പ് മുണ്ണാക്ക് എടുത്ത് വിട്ട് കുമ്മായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ഉള്ള ഗുണങ്ങൾ നമ്മൾക്ക് ആദായം കൂടുതൽ. പിന്നെ കൃഷിക്കാർ വളരെ കുറവായിക്കൊണ്ട് വലിയ മേഖലയിലേക്ക് എല്ലാവരും കടന്നു പോവുകയാണ്. കൃഷി മേഖലയിലേക്ക് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ആളെ ക്ഷണിക്കുക. കാരണം നമ്മൾ മക്കൾ പറയും ഇന്ന് പശുവിനെ മേയ്ക്കലും അതുപോലെ ചാണകം കോരലും കൃഷിയെല്ലാം നിർത്തലാണ് നല്ലതെന്ന് പറയും. കാരണം എന്തുകൊണ്ട്, അവർക്ക് മുഷിഞ്ഞ ഡ്രസ്സുകളും വിയർപ്പ് വെറ്റ ശരീരങ്ങളും കൃഷിയിൽ കൈക്ക് തയമ്പ് കടിച്ച കൈകളും ഇതിനെല്ലാം അലർജിയാകുന്ന കാലഘട്ടമാണ്. എങ്കിൽ വലിയ മേഖലയുള്ള ആൾക്കാർക്ക്, വലിയ മേഖലയിൽ ചെയ്യുന്ന ആൾക്ക് കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ. ഭക്ഷണം കിട്ടണമെങ്കിൽ കൃഷി വേണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവിധ കൃഷിയിലേക്കും ഇറങ്ങി പ്രവർത്തിച്ച് കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക.